സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹിന്ദുസ്ഥാനി ഗസൽ സമ്പ്രദായങ്ങളിൽ അനേകം പ്രതിഭകളെ സംഭാവന ചെയ്ത മലബാറിലെ സംഗീത സന്ധ്യകളിലൊന്നിൽ 6-ാം വയസ്സിൽ അച്ഛനമ്മമാർക്കൊപ്പം കടന്നിരുന്ന സരിത റഹ്മാൻ എന്ന കൊച്ചു പാട്ടുകാരി 30 കൊല്ലങ്ങൾക്കു ശേഷം ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തുമുള്ള മഹഫിൽ സായാഹ്നങ്ങളിൽ പരിചിത ശബ്ദമായി മാറി. മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത് താനാളൂരിൽ 3-ാം മൂലയിൽ താമസിക്കുന്ന സരിത ഈയിടെ ലതാ മങ്കേഷ്കർക്കായി സമർപ്പിച്ച് സംസ്ഥാനത്തുടനീളവും ഗൾഫ് നാടുകളിലും അവതരിപ്പിച്ച സംഗീത സദസ്സുകൾ വലിയ സഹൃദയ ശ്രദ്ധയാണ് നേടിയെടുത്തത്. വേറിട്ട കാഴ്ചകളിൽ ഇന്ന് അവർ നമ്മോട് സംസാരിക്കുന്നു. ലതാജിയുടെ പാട്ടുകൾ കേൾക്കുന്നത് എൻ്റെ ഉമ്മ പാടിയിട്ടാണ്. അപ്പം ആജാരേ പരദേശി ഈ പാട്ടൊക്കെ, അതുപോലെ തന്നെ മറ്റൊരു പാട്ട് ബലമാനേനാ, ഈ പാട്ടുകളൊക്കെ ഞാൻ ഉമ്മ പാടിയിട്ട്, ഗാനമേളയിൽ ഉമ്മ പാടിയിട്ടാണ് കേൾക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉമ്മ പാടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എന്ന് വെച്ചാൽ അമർ പ്രേമിലെ പാട്ടുണ്ട്, രേന ബീത്തി ജായ് ശ്യാം ന ആയേ രേന ബീത്തി ജായ്. പിന്നെ എൻ്റെ വീട്ടിൽ ഒരു ലണ്ടൻ പ്രോഗ്രാമിൻ്റെ കാസറ്റ് ഉണ്ടായിരുന്നു. അതിൽ ലതാജിയുടെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. മദൻജിയുടെ ഹം പ്യാർ മേ ജലനെ വാലോ കോ ചൈൻ കഹാ ഹായ് യാരാം കഹാ ഹം പ്യാർ മേ ജലനെ വാലോ കോ. അങ്ങനെ പാട്ടുകൾ, അതിനകത്ത് ഉണ്ടായിരുന്ന പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ടുകളൊക്കെ ഞാനിങ്ങനെ കേട്ട് അതിൻ്റെ കൂടെ പാടാൻ ഇങ്ങനെ എപ്പോഴും അതിങ്ങനെ പാടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് എപ്പോഴോ അന്ന് എനിക്ക് ഞാനൊരു 6th-ലോ 7th-ലൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ലതാജിയുടെ പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന്. അപ്പോൾ പിന്നീട് വളർന്ന് വന്നപ്പോൾ ഞാൻ ആ മോഹം മറന്നുപോയിരുന്നു, സ്വപ്നം മറന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഇപ്പോൾ ഗസൽ രംഗത്തേക്ക് വന്നിട്ടൊരു 20 വർഷമായപ്പം അങ്ങനെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ 3 വ്യത്യസ്ത പ്രോഗ്രാമുകൾ 3 ഇടങ്ങളിലായിട്ട്. അപ്പം നമ്മൾ ആഗ്രഹിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കൊച്ചിയിൽ, മറ്റൊന്ന് തിരൂർ, പിന്നെ ഒരെണ്ണം കോഴിക്കോട് എന്ന് വിചാരിച്ചു. അപ്പം കൊച്ചിയിൽ മെഹഫിൽ ഗസൽസ് മാത്രം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര എൻ്റെ വളർച്ചയിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ് അവർ. എന്നെ ഒരു മകളെപ്പോലെ സ്നേഹിക്കുന്നവർ. പിന്നെ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രോഗ്രാം ചെയ്യാമെന്ന് വിചാരിച്ചു, ഗസൽസ് മാത്രം. പിന്നെ തിരൂർ എൻ്റെ നാടാണല്ലോ, അപ്പം തിരൂർ പിന്നെ ബാബുക്കയുടെ പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാം വ്യത്യസ്തമായത് എന്ന് വന്നപ്പോഴാണ് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ലതാജി മാത്രമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യല. അപ്പോൾ എൻ്റെ ആ കുട്ടിക്കാലത്തുള്ള ആ ഒരാഗ്രഹം സത്യത്തിൽ വളരെ വർഷങ്ങൾക്ക് ശേഷം അത് സംഭവിക്കുകയായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ആദ്യം തന്നെ നമ്മൾ കോഴിക്കോട് നമ്മളെ അടുത്ത സുഹൃത്തുക്കളാണ് ശ്രീ NC അബൂബക്കർ, പിന്നെ അതേപോലെ പിന്നെ KP അബ്ദുള്ള കോയ സാഹിബ്. അവരുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു
കാര്യം പറഞ്ഞു. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് പിന്നെ ഒരു വേദി ഒരുക്കി തന്നു. അപ്പം അത് എന്ന് ചെയ്യാമെന്നായിരുന്നു അങ്ങനെ ലതാജി പ്രോഗ്രാം. അപ്പോൾ ലതാജിയുടെ ബർത്ത്ഡേ 86ാമത്തെ ബർത്ത്ഡേ ആയിട്ടുള്ള പിന്നെ 2015 സെപ്റ്റംബർ 28-ന് നമ്മൾ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചാണ്. ലതാജിയുടെ ഒരു പാട്ട് തന്നെയാണ് അതിൻ്റെ ക്യാപ്ഷൻ. കുച്ച് ദിൽ നേ കഹാ कुछ भी नहीं, ऐसी भी बातें होती है, ऐसी भी बातें होती है, कुछ दिल ने कहा. സത്യത്തിൽ നമ്മൾ ആ ഒരു പ്രോഗ്രാമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷെ അന്ന് അവിടെ ആ പ്രോഗ്രാമിൽ സംബന്ധിക്കാനെത്തിയ ശ്രീ PK അബ്ദുള്ള കോയ സാഹിബ്, അദ്ദേഹം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു ഓഫർ നമുക്ക് തരികയാണ്. എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം നമുക്ക് കേരളം മുഴുവനും ഒരു വർഷം നടത്തിയാലോ എന്ന്. പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു പക്ഷേ ചെറുപ്പകാലത്ത് ഞാൻ ആഗ്രഹിച്ച ആ ആഗ്രഹം, ലതാജിയുടെ പാട്ടുകൾ മാത്രം ചെയ്യണം എന്നുള്ള ആഗ്രഹം അത്രയും ഡീപ്പായിരുന്നത് കൊണ്ടായിരിക്കണം വർഷങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് അതൊരു പ്രോഗ്രാം ഞാൻ വിചാരിച്ചിട്ട് എനിക്കൊരു വർഷം മുഴുവൻ ചെയ്യാനുള്ളൊരു ഭാഗ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഫസ്റ്റ് പ്രോഗ്രാം നമ്മൾ ഇവിടെ തൃശ്ശൂരാണ് ചെയ്യുന്നത്. റീജിയണൽ തിയേറ്ററിൽ മണിലാലേട്ടൻ അടക്കമുള്ള സംഘം ആയിരുന്നു അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത്. അതും ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് എന്താ പറയുക, ലതാജി ഒരു ഐക്കൺ സിംഗറാണ്, പിന്നെ ഒരു ലെജൻഡാണ്. അവർ പാടി വെച്ചിരിക്കുന്നത് പോലെയൊന്നും നമുക്ക് ഒട്ടുമേ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മുടെ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത്, ആ പാട്ടുകൾ പാടണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ കണ്ണു അടച്ചങ്ങ് പാടും. അറിയപ്പെടുന്ന പാട്ടുകാരനും തബല വിദ്വാനുമായിരുന്ന ചാവക്കാട് അബ്ദുറഹിമാന്റെയും ഗാനഭൂഷണം ആബിദ റഹ്മാന്റെയും മകൾ സരിത 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിതാവിന്റെ റഹിമാൻ മ്യൂസിക് ക്ലബിൽ പാടിക്കൊണ്ടാണ് സംഗീത ജീവിതം ആരംഭിക്കുന്നത്. ആലങ്കാരികമായി പറഞ്ഞാൽ പിന്നീട് അനുഗ്രഹിക്കപ്പെട്ട നാദമാധുരിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആകാശവാണിയുടെ അംഗീകൃത ഗായികയായ സരിത 300-ലേറെ വേദികളിൽ ഒറ്റയ്ക്ക് തന്നെ ഗസൽ സദസ്സുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. P. ജയചന്ദ്രൻ, G. വേണുഗോപാൽ, ഷാബാസ് അമൻ തുടങ്ങിയ മുതിർന്ന ഗായകരോടൊപ്പവും നിരവധി സ്റ്റേജുകളിൽ ഈ സംഗീതാധ്യാപിക യുഗ്മഗാനങ്ങളിൽ ശബ്ദം നൽകി. ടെൻത്ത് കഴിഞ്ഞപ്പം മ്യൂസിക് തന്നെ മെയിനായിട്ട് പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് പാലക്കാട് ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ, അപ്പം പ്രീ ഡിഗ്രി മുതൽക്ക് ഡിഗ്രി അവിടെ മ്യൂസിക് മെയിൻ എടുത്ത് പഠിച്ചു. പിന്നെ MA കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ. പിന്നെ കുറച്ച് ദിനേശ് ദേവദാസ്ജിയുടെ അടുത്ത് ഹിന്ദുസ്ഥാനിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ദത്താത്രേയ സാറിൻ്റെ അടുത്ത് കുറച്ച് ക്ലാസ്സുകളിൽ പോയിട്ടുള്ളൂ. പിന്നെ അപ്പോഴേക്കും ഈ ലതാ പ്രോഗ്രാമായിട്ട് കുറച്ച് മിക്കവാറും ആ പ്രോഗ്രാമും സാറിൻ്റെ ക്ലാസ്സും കൂടെ ക്ലാഷ് ആവുന്ന കാരണം അങ്ങനെ അതിപ്പോൾ കുറച്ചായിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഇനി പഠിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിനുള്ള അവസരങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇനിയും പോകും, പഠിക്കണം. ഞങ്ങൾ ട്രൂപ്പിൽ RMC ഓർക്കസ്ട്ര, അതിൽ ഒരു 2ാം ക്ലാസ് ഒക്കെ പാടുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ, അതിലും ചെറുതായിരിക്കുമ്പോൾ തന്നെ 2-3 വയസ്സുള്ളപ്പോൾ തന്നെ ഞങ്ങൾ ഉപ്പയും ഞാനും കൂടെ ഒക്കെ പരിപാടിക്ക് പാടുമ്പോൾ ഞങ്ങളവിടെ ഈ പുസ്തകത്തിൻ്റെ ചട്ട കൊണ്ടുവന്ന് കൈ പിടിച്ചുകൊണ്ടുവന്ന് ഞങ്ങളൊപ്പം നിന്നിട്ട് പാടന്മാരെ ആക്ഷൻ കാണിക്കും അവൾ. അന്ന് തന്നെ അവൾക്ക് വലിയ താല്പര്യമാണ്. അങ്ങനെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പിന്നെ സ്റ്റേജിലേക്ക് ഒരു പാട്ട് പാടിച്ചത് അവളെ. പിന്നെ പുന്നകൈ മന്നൻ പറഞ്ഞ ഒരു സിനിമയിലത്തെ പാട്ട്, ഏഹം
ആ പാട്ടാണ് ഞാൻ മലയാളത്തിൽ എഴുതി കൊടുത്ത് പാട്ട് പാടി. പിന്നെ അവൾക്ക് അന്നത്തെ കാലത്ത് കുറെ സമ്മാനമൊക്കെ ആൾക്കാർ കൊടുക്കുകയോ ചെയ്ത്. കഥയെഴുത്ത് അത് അങ്ങനെ സംഭവിച്ചു പോയതാ. അത് ഞാൻ പറഞ്ഞ 9th എന്നെ സംബന്ധിച്ചൊരു ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായ സമയം തന്നെയായിരുന്നു. സ്കൂളിലൊരു യാത്രാവിവരണ മത്സരം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ടീച്ചറുണ്ട്, ദേവു ടീച്ചർ. ടീച്ചറുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാനത് എഴുതി. പക്ഷെ എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ ഒരു ചെറിയൊരു ധൈര്യമൊക്കെ എഴുതാന്നുള്ളത്. പിന്നെ 10th പഠിക്കുമ്പോഴാണ് ഇങ്ങനെ മാതൃഭൂമിയുടെ ഒരു കഥാമത്സരം വന്നു. അതിലേക്ക് ടീച്ചർ തന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ കഥ അയച്ചു കൊടുത്തു. അതിൽ 2nd പ്രൈസും കിട്ടി. അങ്ങനെ പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എഴുതിയിട്ടില്ല. കാരണം കോളേജിലൊക്കെ ചെന്നപ്പോഴേക്കും ഒരുപാട് വലിയ വലിയ പുസ്തകങ്ങളൊക്കെ കാണാൻ തുടങ്ങിയപ്പം പിന്നെ പേടിയായിപ്പോയി. കാരണം നമ്മുടെ എഴുത്ത് കഥ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു പേടിയായിപ്പോയി. പിന്നെ അതങ്ങനെ പതിയെ ഉൾവലിഞ്ഞ് എഴുത്തൊന്നും ഇല്ലാതെ അങ്ങനെ പോയി. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നൗഷാക്ക് ഇങ്ങനെ പറയും എന്നോട് എഴുതാൻ. പിന്നെ ശരിക്കും പറഞ്ഞാൽ അതും പുള്ളി ഇങ്ങനെ നിർബന്ധിച്ചപ്പോഴാണ് ഒരു ഇരുത്തത്തിന് അങ്ങ് എഴുതി പാട്ടുവണ്ടിയിലെ കഥാസഞ്ചാരങ്ങൾ. അതാ ഞാൻ പറയാം, അതങ്ങനെ സംഭവിച്ചു പോയതാ. मेरी प्रीत अमर कर दो. ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് ലഭിച്ച നിർലോഭ സഹകരണമാണ് സരിതയുടെ സംഗീത പ്രവാഹത്തെ തടയാതിരുന്നത്. കലാലോകത്തേക്ക് തിളങ്ങുന്ന സ്വപ്നങ്ങളുമായി പ്രവേശിക്കുന്ന പെൺകുട്ടികൾക്ക് അപൂർവമായി ലഭിക്കുന്ന ഭാഗ്യമായിരുന്നു അത്. കവിയും പാട്ടുകാരനുമായ ഭർത്താവ് നൗഷാദ് മെഹ്ഫിൽ, സുഹൃത്തും മാനേജരും വഴികാട്ടിയും അക്ഷരാർത്ഥത്തിൽ താങ്ങും തണലുമായി എപ്പോഴും കൂടെയുണ്ട്. ഇപ്പോൾ കുട്ടികൾ നസീം അഹമ്മദ് മിർസായും നൂറ മിസ്രിയായും കൂടി അമ്മയ്ക്കൊപ്പമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ ശക്തി നൗഷാദൊക്കെ തന്നെയാണ്. നമ്മൾ ഈ ഒരു പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് നന്നായിട്ട് വേണം. അതിൽ പിന്നെ മക്കളും തന്നെ എല്ലാവരും നന്നായിട്ട് എന്നോട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. കാരണം പല പുതിയ പ്രോജക്റ്റുകളും അത് എങ്ങനെ ചെയ്യണം, ഏത് തരത്തിൽ ചെയ്യാം, അങ്ങനെ ചെയ്താൽ നമുക്കതിന് നല്ല ഗുണമുണ്ടാവുന്നവർക്കല്ല ശരിക്കും പറഞ്ഞാൽ പുള്ളി നല്ല സപ്പോർട്ട് തന്നെയാണ്. പാട്ടുകൾ പലപ്പോഴും പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നതും അത് കളക്ട് ചെയ്യുന്നതൊക്കെ കൂടുതലും ശരിക്കും ഞാനാണ്. സരിതയാണ് പാട്ട് പാടാറുള്ളത്. പക്ഷെ പാട്ടിൻ്റെ കളക്ഷൻസൊക്കെ കൂടുതലുള്ളത് എൻ്റെ കയ്യിലാണ്. ഞാനാണത്. ഇപ്പോൾ യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയുള്ള പാട്ടുകളോ ആൽബങ്ങളോ CD പഴയ പാട്ടുകളൊക്കെ വെളിയിലൊക്കെ പോകുമ്പോൾ, നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ശേഖരിക്കാനായിട്ട് ശ്രമിക്കുന്നു. മക്കള് രണ്ടുപേരും നന്നായിട്ട് പാടും. മോൻ കുറച്ചൊരു ഷൈ ടൈപ്പാണ്, പക്ഷെ മോൾ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കഴിഞ്ഞ ഈ ലതാജി പ്രോഗ്രാമിൽ മലപ്പുറത്ത് എൻ്റെ കൂടെ അവള് പാടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിനൊരു താല്പര്യമൊക്കെ ഉണ്ട്. ലഗ് ജാ ഗലേ കെ ഫിർ ഹസീ രാത് ഹോ ന ഹോ शायद फिर इस जन्म में मुलाकात हो न हो लग जा गले से. ലതാജി എന്ന മഹാഗായികയ്ക്ക് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ട് നടത്താൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് അവരറിഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് അറിയില്ല. പക്ഷേ അറിയിക്കാൻ നമ്മൾ ചിലരൊക്കെ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുവഴി എനിക്ക് ജസ്റ്റ് അവരൊന്ന് കാണാൻ സാധിക്കുകയായിരുന്നെങ്കിൽ വളരെ സന്തോഷമായേനെ. നമ്മൾ പറയില്ലേ ജീവിതം ധന്യമായി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. ഇൻഷാ അല്ലാഹ്.
കുട്ടിയായിരുന്നപ്പോൾ കിട്ടിയ ഒരു മ്യൂസിക് കാസറ്റിലൂടെയാണ് ലതാ മങ്കേഷ്കർ സരിതയുടെ ഖൽബിൽ പ്രവേശിച്ചത്. അവിടെ ഇരുന്ന് സമാന ഹൃദയർക്ക് മാത്രം മനസ്സിലാവുന്ന ഭാഷയിൽ ഹൃദയം ഹൃദയത്തോടെന്ന മട്ടിൽ എന്തോ പറഞ്ഞു. കുച്ച് ദിൽനെ കഹ, എന്തോ കേൾക്കുകയും ചെയ്തു. കുച്ച് ദിൽനെ സുന. പിന്നീട് ഒരിക്കലും ആ ശബ്ദം സരിത റഹ്മാന്റെ ചെവിയിൽ നിന്ന് മാഞ്ഞു പോയില്ല. ലതയുടെ ഗാനങ്ങൾ മാത്രം പാടിക്കൊണ്ട് കേരളത്തിനകത്തും പുറത്തും ഒരു വർഷകാലം നീണ്ടുനിന്ന അർച്ചനയുടെ പേരും മനസ്സെന്തോ പറഞ്ഞു എന്ന അർത്ഥത്തിൽ കുച്ച് ദിൽനെ കഹ എന്നായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ മുഴുവൻ ലതപ്പാട്ടു പൂക്കളുടെ നിറതാലവുമായി ഒരു വട്ടമെങ്കിലും സഞ്ചരിക്കണമെന്നും ആ മഹാഗായികയെ ഒരു തവണയെങ്കിലും നേരിൽ കണ്ട് നമസ്കരിക്കണമെന്നും സരിതയ്ക്ക് മോഹമുണ്ട്. പൊതുവെ ഇപ്പോൾ പ്രോഗ്രാം ചെയ്യുന്നത് പിന്നെ മലയാളം, ഹിന്ദി പഴയ പാട്ടുകളും പിന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഗസൽസും പിന്നെ നോൺ ഫിൽമി പാട്ടുകളുണ്ടല്ലോ. അപ്പം അതിപ്പം ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ, ആ പാട്ട് ഇപ്പോൾ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം പാട്ടുകൾ പിന്നെ പി.ടി. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പോലെയുള്ള പാട്ടുകളൊക്കെ. കോന്തലക്കൽ നീ എനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ട് ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ല. ഇപ്പോൾ നമ്മൾ സാധാരണ പാടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റുള്ള സിംഗേഴ്സിൻ്റെ പാട്ടുകളാണ്, മാസ്റ്റേഴ്സിൻ്റെ എല്ലാവരുടെയും നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളേതായിട്ടുള്ള എന്തെങ്കിലും ഒരു എണ്ണം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോഴാണ് അങ്ങനെ ഹസ്ബൻഡ് എഴുതിയിട്ടുള്ള പാട്ടുകൾ അങ്ങനെ ചിട്ടപ്പെടുത്തി. പിന്നെ ഗസലാണ് എന്നൊന്നും ഒരു വാക്ക് പിന്നെയും ബാക്കി എന്ന് പറയുന്ന ആ ആൽബത്തിൽ. പക്ഷെ ഒരു ഗസൽ മൂടുള്ള പാട്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു വാക്കു പിന്നെയും ബാക്കി, ഒരു നോക്കു പിന്നെയും ബാക്കി, ഒരു വാക്കു പിന്നെയും ബാക്കി, ഒരു നോക്കു പിന്നെയും ബാക്കി, ഒരു രാവിൽ പകലലിയുന്നൊരു സന്ധ്യയിൽ ഒരു മോഹമിനിയുമേ ബാക്കി. സരിതയുടെ സതിരുകൾ ഓരോന്നും വ്യത്യസ്തമാണ്. മഹദി ഹസനും ഗുലാം അലിയും ജഗദീത് സിംഗും പങ്കജുദാസും ബീഗം അക്തറും ഹരിഹരനും ഉൾപ്പെടെയുള്ള പ്രമുഖരുടെയെല്ലാം പാട്ടുകൾ മനസ്സിൽ സദാ വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഒരു സദസ്സിലും സരിതയ്ക്ക് മറ്റൊന്നിനെ അനുകരിക്കേണ്ടി വരുന്നില്ല. എപ്പോഴും പുതിയതായിരിക്കാൻ ഈ പഴയ പാട്ടുകളുടെ വലിയ സഞ്ചയം അവരെ സഹായിക്കുന്നു. പോരെങ്കിൽ പാട്ടെഴുതാൻ പ്രാപ്തിയുള്ള ഭർത്താവും ഈണം പകരാൻ ശേഷിയുള്ള ശാസ്ത്രബോധവും എപ്പോഴും കൂടെയുണ്ട് താനും. പല പ്രൊജക്റ്റുകളും നമ്മളിങ്ങനെ മനസ്സിൽ കാണുന്നുണ്ട്. എന്തായാലും വ്യത്യസ്തതയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണം. വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ തന്നെയാണ് നമ്മൾ ഒന്നും ഫൈനൽ ചെയ്തിട്ടില്ല. എന്നാൽ തന്നെയും അങ്ങനെ ഒരെണ്ണം ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ബാബുക്കയുടെ മാത്രമുള്ള, അതായത് ബാബുക്കയുടെ ഫീമെയിൽ, ചിലപ്പം ജാനകിയമ്മ, സുശീലാമ്മ, പിന്നെ അതുപോലെ തന്നെ ഈശ്വരിയമ്മ, ഈശ്വരിയമ്മ ഒക്കെ പാട്ടുകൾ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അപ്പം അതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നാടകഗാനങ്ങൾ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് വേറെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കേരളത്തിലും പിന്നെ അതുപോലെ UAE രണ്ടിടത്തുമാണ് ഞാൻ ലതാജി പ്രോഗ്രാം ചെയ്തത്. സാധിക്കുമെങ്കിൽ ഇന്ത്യ മൊത്തം
എനിക്ക് പ്രോഗ്രാം ചെയ്യാനത് വലിയ ആഗ്രഹമാണ്. എനിക്കറിയാം അത് അപ്രാപ്യമാണ് ഒരുപക്ഷെ, എന്നാൽ തന്നെയും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ലതാജിയുടെ പാട്ടുകൾ ഇനിയും ഞാൻ പാടിയിട്ടില്ലാത്ത ഒരുപാട് പാട്ടുകൾ അവയൊക്കെയും അവതരിപ്പിക്കാനുള്ള സ്റ്റേജുകൾ കിട്ടിയിരുന്നുവെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവരെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഇൻഷാ അല്ലാഹ്.